ബുധനാഴ്ചത്തെ ലൈവിൽ ബിഗ് ബോസ് വീട്ടിൽ പൊരിഞ്ഞ വഴക്കുകൾ നടക്കുന്നു. കാരണം ഇതാണ്, ബിഗ് ബോസ് വീട്ടിൽ 13ാമത്തെ ആഴ്ചയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നാട്ടുരാജാവ് ടാസ്കിൽ ബുധനാഴ്ച രണ്ടാമത്തെ രാജാവായി എത്തിയത്, രാജ്ഞിയായി എത്തിയത് ജാസ്മിൻ ആയിരുന്നു. ജാസ്മിൻ തന്റെ അടുത്ത് സഹായികളായി 2 പേരെ നിർത്തിയിരുന്നു. ഒന്ന് ശ്രീതുവും ഒന്ന് അഭിഷേകുമായിരുന്നു. ഇതിനിടയിൽ തക്കം പാർത്തിരുന്ന സിജു ജാസ്മിന്റെ അധികാരദണ്ഡ് മോഷ്ടിക്കുകയും അത് തിരികെ എടുത്തുകൊണ്ടുവരാനായി ശ്രീതുവിനെ പറഞ്ഞയക്കുകയും ചെയ്തു. ഈ അധികാരദണ്ഡ് തിരികെ എത്തിക്കുന്നതിനു വേണ്ടി നടന്ന ശ്രമങ്ങൾക്കിടയിൽ വീട്ടിൽ ചില മത്സരാർത്ഥികൾക്കിടയിൽ ശാരീരികമായ ബലപ്രയോഗങ്ങൾ നടക്കുകയും ചെയ്തു. അതിനിടയിൽ ബിഗ് ബോസ് വീട്ടിലെ ചില പ്രോപ്പർട്ടികൾ ഈ അധികാരദണ്ഡ് കൊണ്ട് പൊട്ടി വീഴുകയും ചെയ്തു. അതിനുശേഷം ഈ ദണ്ഡ് തിരികെ ജാസ്മിന് നൽകാൻ അവർ വിസമ്മതിച്ചു. അതോടുകൂടി എന്നാൽ പിന്നെ എന്റെ താക്കോൽ കൂടി എടുത്തോളൂ എന്ന് പറഞ്ഞ താക്കോൽ ശ്രീതുവിനെ നൽകാൻ ശ്രമിച്ചപ്പോൾ ശ്രീതു അത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അഭിഷേക് അത് വേണമെന്ന് പറഞ്ഞ അഭിഷേക് അത് വാങ്ങുകയും ചെയ്തു. ശ്രീതുവും അഭിഷേകുമായിരുന്നു ജാസ്മിന്റെ സഹായികളായി നിന്നിരുന്ന 2 വ്യക്തികൾ. അവർക്ക് രാജാധികാരം ഇവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കണമെന്ന് തന്നെയായിരുന്നു ജാസ്മിന്റെ ആഗ്രഹം എന്നാണ് ജാസ്മിൻ പറയുന്നതും. ഈ അധികാര ചിഹ്നങ്ങൾ കയ്യിൽ നിന്ന് പോയതോടുകൂടി ഗെയിമിന്റെ നിയമം അനുസരിച്ച് രാജാവായിരുന്ന വ്യക്തിക്ക് നടക്കാനോ സംസാരിക്കാനോ കഴിയുകയില്ലെന്നും അതുകൊണ്ട് തന്നെ ഇനി അനങ്ങരുതെന്നും ഇനി സംസാരിക്കരുതെന്നും വീട്ടിലെ മത്സരാർത്ഥികൾ പറഞ്ഞതോടെ അത് അനുസരിക്കാൻ കഴിയില്ലെന്നും തൻ്റെ രാജാധികാരം കഴിഞ്ഞെന്നും അതുകൊണ്ട് തനിക്ക് അങ്ങനെ ഒരു നിയമം ബാധകമല്ലെന്നുമുള്ള ഒരു നിലപാടാണ് ജാസ്മിൻ എടുത്തത്. എന്നാൽ ബിഗ് ബോസ് തൻ്റെ രാജാധികാരം നഷ്ടപ്പെട്ടു എന്ന ജാസ്മിനെ കുറിച്ച് പറയുന്നത് വരെ ജാസ്മിൻ മിണ്ടാനോ നടക്കാനോ പാടില്ല എന്ന് ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികളും വാദിച്ചു. അങ്ങനെ ജാസ്മിനെതിരെ ബിഗ് ബോസ് വീട്ടിലെ എല്ലാ മത്സരാർത്ഥികളും നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ 2 പേർ വാദിക്കുന്നതിലും ചില ന്യായങ്ങളുണ്ട്. ആദ്യ ദിവസങ്ങളിൽ ഒരാളിൽ നിന്നും രാജാധികാരം മറ്റൊരാളിലേക്ക് എത്തുമ്പോൾ ബിഗ് ബോസ് അത് കൃത്യമായി അനൗൺസ് ചെയ്തിരുന്നു. അതുവരെ അയാൾ രാജാധികാരത്തിന്റെ പരിധിയിലുണ്ടായിരുന്നു. ഇക്കാര്യമാണ് വീട്ടിലെ മറ്റു മത്സരാർത്ഥികൾ ആയുധമാക്കിയത്. എന്നാൽ ഇന്ന് ജാസ്മിന് രാജാധികാരം നൽകി രാജ്ഞിയാക്കുമ്പോഴും അതുപോലെ അധികാരം കഴിഞ്ഞ് ബിഗ് ബോസ് യാതൊന്നും സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ താൻ രാജാവായി തനിക്ക് അധികാരം കൈമാറിയപ്പോൾ ബിഗ് ബോസ് ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ തന്റെ അധികാരം നഷ്ടമാകുമ്പോഴും ബിഗ് ബോസ് പറയില്ല എന്ന നിലപാടാണ് ജാസ്മിൻ എടുത്തത്. 2 പേരും എടുക്കുന്ന കാര്യങ്ങളിൽ ചില ലോജിക്കുകൾ ഉണ്ടെങ്കിലും ഇതേ തുടർന്ന് വീട്ടിൽ നടന്നത് വളരെ ശക്തമായ വഴക്കുകളായിരുന്നു. മാത്രമല്ല എല്ലാ മത്സരാർത്ഥികളും ജാസ്മിനെതിരെ മറ്റെല്ലാ മത്സരാർത്ഥികളും ഒരുമിച്ച് നിന്ന് പൊരുതുന്ന ഒരു രംഗം കൂടി ഇതിന്റെ ഭാഗമായി ബിഗ് ബോസ് വീട്ടിലുണ്ടായി.